തീർന്നിട്ടില്ല. നമ്മുടെ ടോയ് ട്രെയിനേ ഇനിയും തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് പറയുക, 5 മണിക്കൂർ ട്രാവലാണ്. അത്രയും വീഡിയോസ് അത്രയും കാണാനുണ്ട്. ഇത് കണ്ടോ, ആ മഞ്ഞ കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഊട്ടി എത്തിയിട്ടേ ഇല്ല. ശരിക്കും ഞങ്ങൾ ഈ ട്രെയിനിൽ പോയി ഊട്ടി എത്തിയപ്പോൾ ഊട്ടിയിലെ വെയിലാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ആ കുന്നൂറൊക്കെ ഉണ്ടല്ലോ, തണുപ്പും ശരിക്കും ചാറ്റൽ മഴ. കുറച്ച് ദൂരം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങി, തണുപ്പ് തുടങ്ങി, ഇതുപോലെ കോട തുടങ്ങി. നമ്മൾ പോണതിൻ്റെ ഇടയിൽ ക്ലൈമറ്റ് മാറി 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 വരും. ആദ്യം കുറച്ച് തണുപ്പ്, പിന്നെ വെയിലായിരിക്കുക, പിന്നെ വീണ്ടും തണുപ്പ്, പിന്നെ വീണ്ടും വെയിൽ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിയർക്കാൻ തുടങ്ങും. ഒന്നാമതേ ഞങ്ങൾ ലഗേജ് ഓൾറെഡി 2 ബാഗും വേറെ എക്സ്ട്രാ ഒരു പെട്ടി, 4 ദിവസത്തെ ട്രാവലിംഗ് ആയിരുന്നല്ലോ, 2 ബാഗ് എക്സ്ട്രാ ഒരു പെട്ടി, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ള ഷൊട്ടറൊക്കെ ബാഗിൽ വെക്കാൻ സ്ഥലമില്ലാണ്ട് 4 പേരും ഷൊട്ടർ ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആ മഴത്തുള്ളിയാണ് ഞങ്ങളുടെ ആ ക്യാമറയിൽ നിൽക്കുന്നത്. സൈഡ് കാണുന്നത് ഞാനാണ്, അത് കാര്യമാക്കണ്ട. അപ്പോൾ ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഷോക്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കാല് ചെറുതായി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മഴച്ചാറ്റിലും ഇങ്ങനെ ചാറിയിട്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴല്ലേ, നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമല്ലോ, ചിലത് വലിയ വലിയ മരങ്ങളും അവിടെ ഫുള്ള് ഈ മഞ്ഞിൻ്റെയും കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തുപോലെ ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ വല്ല ഇംഗ്ലീഷ് പ്രേത സിനിമ കാണുമ്പോൾ അവിടെ കാട്ടണ ആ സ്ഥലങ്ങളുടെ ആ ലുക്കില്ലേ പറയുക. ഇപ്പം ടൂറ് ഞാൻ നന്നായി എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഈ ടോയ് ട്രെയിൻ തന്നെയാണ്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആൾ പറഞ്ഞിരുന്നു, ഷിഫാന ഇത് നിനക്ക് ഈ 4 ദിവസം എന്ന് പറയുന്നത് കുക്കിങ്ങിൽ നിന്നും വീട്ടുപണിയിൽ നിന്നുള്ള റെസ്റ്റ് പോലെ എനിക്ക് ഓഫീസിൽ നിന്നുള്ള റെസ്റ്റും കൂടിയാണ്. ഓൾറെഡി പോയ സ്ഥലമായത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് അവിടെ പോണത് റെസ്റ്റ് എടുക്കാൻ മാത്രമാണ്. ഒരുപാട് ചുറ്റിക്കാണാനില്ല, കുറേ കണ്ടതല്ലേ. ഞങ്ങൾ ഇതിനു മുമ്പ് 2 ദിവസം നിന്നിട്ട് 7 സ്ഥലം കണ്ട ഞങ്ങൾ 4 ദിവസം പോയിട്ട് വെറും 4 സ്ഥലം കണ്ടുള്ളൂ. കാരണം ഞങ്ങൾ പോയത് റെസ്റ്റ് എടുക്കാനാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേനും ഒരു തലവേദന പിടിക്കും. ഉറക്കം അത്ര ഡിസ്റ്റർബായിട്ടല്ലേ. 2 മണിക്ക് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. നേരെ പോയി റൂമിൽ പോയി സുഖത്തിൽ കിടന്നുറങ്ങി. പക്ഷെ ആ ഉറക്കത്തിൻ്റെ ആ തലവേദന കിട്ടാത്തതുകൊണ്ട് അവസാനം മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞു പോകേണ്ടി വരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങളുടെ കൂടെ തന്നെ അറിയുന്ന വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇത്തിരിയും കൂടി ബുദ്ധിയോടെ പ്രവർത്തിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അവർ കാറിൽ വന്നു, റൂമിൽ തങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു, ടോയ് ട്രെയിന് മാത്രം ആ ഉച്ച നേരത്ത് പോയി എൻജോയ് ചെയ്തു, തിരിച്ചു വന്നു. വീണ്ടും അവർ താമസിച്ചു, തിരിച്ച് അതുപോലെ കാറിൽ പോയി. അപ്പോൾ അവർക്ക് അവിടെ ഉറക്കമൊന്നും ഡിസ്റ്റർബ് ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്.